ഇടുക്കി മാങ്കുളം സംഘർഷവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിനെതിരെ ജനകീയ സമരസമിതി മാങ്കുളം DF ഓഫീസിന് മുന്നിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ഇന്ന് അവസാനിപ്പിക്കും. സമരസമിതി യോഗം ചേർന്ന് മൂന്നാംഘട്ട സമരങ്ങൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മാങ്കുളം പെരുമ്പൻകുത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലിയൻ വനം വകുപ്പിന്റേതെന്ന അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന പേരിൽ പ്രതിചേർക്കപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മാങ്കുളം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളം DFO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. എന്നാൽ 14 ദിവസം പിന്നിടുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി വൈകുകയാണ്. ഞങ്ങളുടെ ജനപ്രതിനിധികളെ അവരെ ക്രൂരമായിട്ട് ആക്രമിച്ചു. ആ കേസിലും അവരുടെ മേലിൽ നടപടി സ്വീകരിച്ചിട്ടില്ല. അന്വേഷണങ്ങൾ എവിടെ വരെ ആയി എന്ന് നമുക്കൊട്ട് അറിയാനും പാടില്ല. ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. മറുഭാഗത്തു നിന്ന് ജാമ്യമില്ലാ വകുപ്പിന്റെ പേരിലുള്ള കേസുകളിൽ പോലും നടപടികൾ വൈകുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. രണ്ടാം ഘട്ട സമരവും ജനകീയ സമരസമിതി ഇന്ന് അവസാനിപ്പിച്ച മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുവാനാണ് തീരുമാനം. 14 ദിവസം തുടർ സമരം നടത്തും. എന്നിട്ടൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അടുത്ത ഘട്ടത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ സമരത്തിന്റെ കാര്യങ്ങൾ ജനകീയ സമിതി കൂടി തീരുമാനിച്ച് ഞങ്ങളത് നടപ്പിൽ വരുത്തും. 14 ദിവസം കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളിലെയും ആളുകൾ വിവിധ ദിവസങ്ങളിലായി സമരത്തിൽ പങ്കെടുത്തു. ഇന്ന് സമരം അവസാനിപ്പിച്ചതിനു ശേഷം സമരസമിതി യോഗം ചേരും. അതിനുശേഷമായിരിക്കും തുടർ പ്രതിഷേധ പരിപാടികളെ സംബന്ധിച്ച തീരുമാനമെടുക്കുക. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.